ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. അവന്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്ത് വന്ന രണ്ട് പ്രതികരണമുണ്ട് ഇതുമായി. ഒന്ന് നീ എന്ന് പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നു. അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു തരൂ. അല്ല അത് പിന്നെ ആ വീഡിയോ ഒന്ന് കാണിച്ചു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി സംസാരിക്കൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ചേട്ടാ, ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കണ കഥയില്ലേ അവര് പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത്? സത്യത്തിന് നിനക്ക് നല്ല രണ്ട് തല്ലിന്റെ കുറവുണ്ട്. ആ രണ്ടെണ്ണം തന്നാലൊന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനെ ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി. അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് അതാണ് പറയാനുള്ളത്. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഒരാളെ ബുദ്ധിമുട്ടിക്കണത് നിങ്ങൾ ഏത് ചാനലാണ്? കൈരളിയാണോ? ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ, ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിറകെ ഈ ക്യാമറ നോക്കി നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു, ആരായിരുന്നു അതിൽ? ആയിക്കോട്ടെ, നിങ്ങൾ തെളിവല്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന തെളിവല്ല ഞാൻ ചോദിച്ചത്. ആരാണ് കണ്ടക്ടർ എന്ന് ഫൈൻഡ് ചെയ്തോ? ആരാണ് അന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. അതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താണ്? വിനോദ്. ഞാൻ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. 24 മണിക്കൂറായി. വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ? ഉത്തരം പറയൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം. 24 മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ? കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന അന്വേഷിച്ചോ? അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു, അന്ന് രജിസ്റ്റർ ചെയ്ത റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെയായിരുന്നു, അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം. അങ്ങനെ സംഭവം ഉണ്ടായെന്ന് ആദ്യം അവരാണ് പറയേണ്ടത്, അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരും അല്ല. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. മനസ്സിലായില്ലേ? തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിന്റെ പറയാം. നാണം ഉണ്ടോടാ നിനക്ക്? നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ SHO കൺട്രോൾമെന്റ് അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ചലഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം വിനോദേ, രണ്ടാമത്തെ വിഷയം വിനോദേ. 27-ാം തീയതി രാത്രി 10:30 കൊടുത്ത പരാതി SHO കൺട്രോൾമെന്റ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ? ബൈറ്റ് എടുത്തിട്ടുണ്ട്. വാർത്ത കൊടുത്ത രണ്ടാമത്തെ വിഷയം എന്ത്? വിനോദിന് മലയാളം മനസ്സിലാവുന്നില്ലേ? മുതലും പലിശ ചേർത്ത് കിട്ടി. എന്നാ പിന്നെ ഞാനങ്ങട് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.